ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ ഓരോ വർഷം കഴിയുന്തോറും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സിനിമയ്ക്ക് പ്രത്യേകിച്ച് കഥ വേണമെന്നില്ല, ഒരു സാഹിത്യ കൃതി വേണമെന്നില്ല. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അല്ലെങ്കിൽ എവിടെന്നെങ്കിലും മോഷ്ടിച്ച് അത് സ്വന്തം പേരിലാക്കി പ്രേക്ഷകരെ ഒരുവിധം 2-2.25 മണിക്കൂർ പിടിച്ചിരുത്താവുന്ന രീതിയിൽ എന്തൊക്കെയോ സംഭവം ഉണ്ടാക്കി കുറേ സിനിമകൾ പടച്ചു വിടുന്നു. അതിൽ 1, 2, 3 എന്നിങ്ങനെ പോലെ വ്യത്യസ്തമായ രീതിയിൽ സിനിമകൾ നിർമ്മിക്കാനും പ്രേക്ഷകരെ കാണിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. മുൻപ് അങ്ങനെയായിരുന്നില്ല. സാഹിത്യകൃതികൾ ഒരുപക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കണക്കുകൾ ശരിയാണെങ്കിൽ, ഈ KS സേതുമാധവൻ എന്നുള്ള പ്രഗത്ഭനായ സംവിധായകൻ തൻ്റെ സിനിമകളിൽ 99% പ്രശസ്ത എഴുത്തുകാരുടെ രചനകൾ ആസ്പദമാക്കിയെടുത്ത സിനിമകളായിരുന്നു. ആലോചിക്കണം, ആ സിനിമകൾക്ക് വ്യക്തിത്വമുണ്ടായിരുന്നു. ആ സിനിമകളെല്ലാം മണ്ണിൻ്റെ ഗന്ധമുള്ളതായിരുന്നു. അതിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ സിനിമകൾ ഇപ്പോൾ അഭിനയിച്ച സത്യൻ തൊട്ടുള്ള അഭിനയിച്ച സിനിമകൾ എടുത്ത് നോക്കാനാലോചിക്കണം. പേരുകൾ കുറേയുണ്ട്. തകഴി അടക്കമുള്ളവർ ഉള്ള രചനകൾ എടുക്കാലോചിക്കണം. ഇതൊക്കെ എടുക്കുമ്പോൾ സേതുമാധവൻ്റെ സിനിമകളെല്ലാം വൻ വിജയമായിരുന്നു എന്നാലോചിക്കണം. അപ്പം അങ്ങനെ വിജയമാകുമ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ച് നല്ല രചന, നല്ല തിരക്കഥ, കെട്ടുറപ്പുള്ളത് കിട്ടിയാൽ കുറേയും കൂടി മനോഹരമാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നടീനടന്മാരുടെ കഥാപാത്രങ്ങളെ വിജയിപ്പിക്കണമെങ്കിൽ, നടീനടന്മാർക്ക് പേരെടുക്കണമെങ്കിൽ അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിരിക്കണമെന്നുള്ളത്. അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും വ്യത്യസ്തമായ സിനിമകൾ സംവിധാനം ചെയ്യുന്ന സംവിധായകരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും കഴിയുന്ന നടീനടന്മാർ ഭാഗ്യമുണ്ടായാലും ഇല്ലെങ്കിലും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് നമുക്ക് പറയാം. എന്നാൽ അങ്ങനെ അല്ലാതായിട്ടും കുറേ പേര് ഇവിടെ രക്ഷപ്പെട്ടു പോകുന്നില്ലേ എന്നാലോചിക്കണം. ഇപ്പം നമുക്കിവിടെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ എടുക്കാവുന്ന 2 നടന്മാർ എപ്പോഴും ഇനിയൊരു 10 വർഷം വരെ ഈ 2 പേര് മലയാള സിനിമയുടെ മമ്മൂട്ടി, മോഹൻലാൽ എന്നാലോചിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരെ എഴുതി തള്ളാൻ തീരുമാനിച്ചിരുന്നാലോചിക്കണം. എൻ്റെ ഓർമ്മയിലുള്ളൊരു കാര്യമുണ്ട് ഇവിടെ എന്നാലോചിക്കണം. മമ്മൂട്ടി കുറേ പടങ്ങളിൽ നിന്ന് അഭിനയിച്ച് ആ സിനിമകൾ വിജയിക്കാതായപ്പോൾ ഔട്ടാകും എന്നൊരു തോന്നലുണ്ടായിരുന്നു ഇവിടെ. മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്യാൻ അഡ്വാൻസ് കൊടുത്ത കുറേ പേരുണ്ടായിരുന്നു ഇവിടെ. അവരിൽ ഭൂരിഭാഗം പേരും മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് തിരിച്ചു വാങ്ങി എന്നാലോചിക്കണം. അത്രയും നന്ദി കെട്ടൊരു ഫീൽഡാണ് സിനിമ എന്നാലോചിക്കണം. അങ്ങനെ തിരിച്ചു വാങ്ങിയപ്പോൾ മമ്മൂട്ടി എന്ന നടൻ അല്ലെങ്കിൽ വേറൊരു നടൻ അവിടെ നെഞ്ച് പിടയുമാണെന്ന് ആലോചിക്കണം. ഈ ഒരു 10 സിനിമയിലെ അഡ്വാൻസ് തിരിച്ചു വാങ്ങുമ്പോൾ 10 സിനിമയാണ് നഷ്ടപ്പെട്ടത്, വെറും പണം മാത്രമല്ല എന്നാലോചിക്കണം. അങ്ങനെയുള്ള സമയത്ത് തിലകനും മമ്മൂട്ടിയും ഒരുമിച്ചിരിക്കുമ്പോൾ, ഒരു ലൊക്കേഷനിൽ ഒരുമിച്ചിരിക്കുമ്പോൾ മമ്മൂട്ടിയാണ് നായകൻ. പക്ഷേ മമ്മൂട്ടിയെ പലരും മൈൻഡ് ചെയ്യുന്നില്ല. പ്രൊഡക്ഷൻ ബോയ് പോലും മൈൻഡ് ചെയ്യുന്നില്ല. ചായ കൊണ്ട് ആദ്യം തിലകന് കൊടുക്കുന്നു, മമ്മൂട്ടി കൊടുക്കുന്നില്ല. അവസാനം മമ്മൂട്ടി പറയേണ്ടി വന്നു, എടേ ഞാനും ഒരു നടനാടേ, എനിക്കും ഒരു ചായ കൊണ്ടുപോടേ എന്ന് പറയേണ്ടി വന്നു. ഇതെല്ലാം തിലകൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയെന്ന് ആലോചിക്കണം. തിലകൻ പറഞ്ഞു, മമ്മൂട്ടിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾ ഓർക്കുക, മലയാള സിനിമയിൽ ഇനിയൊരു 10 വർഷം നിങ്ങൾ തന്നെയായിരിക്കും രാജാവ് എന്നാണ് അന്ന് പറഞ്ഞത്. അതിനുശേഷം എത്രയോ വർഷം കഴിഞ്ഞു. മമ്മൂട്ടിയുടെ വളർച്ചയും ഗ്രാഫും ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണെന്ന് ആലോചിക്കണം. മോഹൻലാലിനെ സംബന്ധിച്ചും വീഴ്ചകൾ ഉണ്ടാവുന്ന ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നും മോഹൻലാലും രക്ഷപ്പെട്ടു വന്നു എന്നാലോചിക്കണം. ഇവരെ 2 പേരെയും കുറിച്ച് നമ്മളൊരു കാര്യം പറയുകയാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല സംവിധായകരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞ, ഏറ്റവും നല്ല തിരക്കഥാകൃത്തുള്ള രചനകളിൽ അഭിനയിക്കാൻ കഴിഞ്ഞ നടൻ മമ്മൂട്ടിയോ മോഹൻലാലോ ചർച്ച തന്നെ വന്നിരുന്നാലോചിക്കണം. പലരോടും ഞങ്ങളോട് ചോദിച്ചു, മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും നല്ല കുറേ സംവിധായകരുടെ പടത്തിൽ അഭിനയിച്ചത്,
അതിലേറ്റവും നല്ല തിരക്കഥകൾ അഭിനയിക്കാൻ കഴിഞ്ഞ ആൾക്കാർക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണക്കുകൾ ഇങ്ങനെ എടുത്തു നോക്കി. അത് ഗവേഷണം നടത്തണ്ട, നമുക്ക് ഓടിച്ചു നോക്കിയാൽ അറിയാം. അപ്പം അതിൽ മുന്നിട്ട് നിൽക്കുക വെച്ചാൽ ബഹുദൂരം മുന്നിട്ട് നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണെന്ന് ആലോചിക്കണം. മമ്മൂട്ടി അഭിനയിച്ച സംവിധാന ലിസ്റ്റ് എടുത്ത് നോക്കുക നമ്മൾ. സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ കളക്ഷൻ കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. ദ ബെസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിലാണത്. അങ്ങനെ കുറേ സംവിധായകരുടെ പേരെടുക്കുന്നു നമ്മൾ. ആ പടങ്ങൾ എഴുതിയ തിരക്കഥാകൃത്തുകളുടെ ലിസ്റ്റ് എടുക്കുന്നു നമ്മൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഭാഗ്യം ലഭിച്ചത് മമ്മൂട്ടിക്ക് തന്നെയാണെന്ന് ആലോചിക്കണം. മോഹൻലാൽ അത്ര കിട്ടിയിട്ടില്ല. കാരണം എങ്കിലും മോഹൻലാലിൻ്റെ പടങ്ങളൊക്കെ ഹിറ്റായിട്ടുണ്ട്, ചില ഹിറ്റാവാറുന്നുണ്ട്. മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാറിനാണത്. പക്ഷെ മോഹൻലാൽ അങ്ങനെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് പ്രിയദർശൻ്റെ സിനിമകളിൽ നിന്ന് ആലോചിക്കണം. അപ്പം ഇവിടെ ഇപ്പോഴത്തെ ചർച്ച എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് മോഹൻലാൽ അടൂർ ഗോപാലൻ്റെ സിനിമയിൽ അഭിനയിക്കാത്തത്? എന്തുകൊണ്ടാണ് മോഹൻലാൽ KG ജോർജിൻ്റെ സിനിമയിൽ അഭിനയിക്കാതിരുന്നത്? അതേസമയം എന്തുകൊണ്ടാണ് മമ്മൂട്ടി അരവിന്ദൻ്റെ സിനിമയിൽ അഭിനയിക്കാതിരുന്നത്? ഇതൊക്കെ രാഷ്ട്രീയമുണ്ടോ? ഇതിനൊക്കെ ചേരിതിരിവുണ്ടോ? അതോ ഇതിൻ്റെയൊക്കെ ഗ്രൂപ്പുകളുണ്ടോ എന്നാണ് ചോദിച്ചത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഇത് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊന്നുമില്ല. സക്സസിൻ്റെ പുറകെയാണ് എല്ലാവരും പോവുക എന്നാലോചിക്കണം. പിന്നെ അവാർഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അവാർഡ് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് ചിലർക്ക് വേണ്ടാന്ന് തോന്നും, മറ്റു ചിലർക്ക് വേണമെന്ന് തോന്നുന്നു ആലോചിക്കണം. ഇപ്പോൾ അരവിന്ദൻ്റെ പേര് നമ്മൾ എടുക്കാം. അരവിന്ദൻ നിശബ്ദനായി സിനിമ ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ്. ഫിലിം മേക്കറിനേക്കാൾ ഉപരിയായി നല്ല കാർട്ടൂൺ, നമ്മൾ മാതൃഭൂമിയുടെ ലാസ്റ്റ് പേജൊക്കെ വായിച്ചിട്ടുള്ള ആലോചിക്കണം. അത് അത്രയും, അതായത് ഒരു വരയ്ക്കുള്ളിൽ, ഒരു പേജിനുള്ളിൽ ഒരു വലിയ ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതാണ് അരവിന്ദൻ. അങ്ങനെയുള്ള അരവിന്ദൻ്റെ സിനിമകൾ ഓരോന്നും നമ്മൾ എടുത്തു നോക്കുക. ആ സിനിമയിലൊന്നും മമ്മൂട്ടിയില്ല. അതേ സ്ഥാനത്ത് മോഹൻലാലുണ്ട്. അതെന്താണ് അങ്ങനെ? മമ്മൂട്ടിയോട് അരവിന്ദന് ഇഷ്ടമില്ലേ? അതിലേവേറെ എന്തെങ്കിലും കളികളുണ്ടോ? ഒരു കളിയുമില്ല. അരവിന്ദന് മമ്മൂട്ടിയോട് ഇഷ്ടമായിരുന്നു. എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, അരവിന്ദൻ മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും നടത്തിയിരുന്നു, എല്ലാ കരുക്കളും നീക്കിയിരുന്നു ആലോചിക്കണം. അതിനിടയിലാണ് അരവിന്ദൻ്റെ മരണം സംഭവിച്ചതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് മാത്രമാണ് മമ്മൂട്ടിക്ക് അരവിന്ദൻ്റെ പടത്തിൽ അഭിനയിക്കാൻ കഴിയാതെ പോയത്. അപ്പോൾ ചോദിക്കും, പിന്നെ അടൂർ ഗോപാലകൃഷ്ണ സിനിമയിൽ മമ്മൂട്ടിയല്ലേ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്? ഒരു സിനിമയിൽ പോലും ഒരു കഷ്ണത്തിന് പോലും മോഹൻലാൽ ഇല്ലല്ലോ. മോഹൻലാൽ തിരുവനന്തപുരത്തുകാരനല്ലേ, മറ്റേ അടൂർ ഗോപാലകൃഷ്ണൻ അവിടുത്തുകാരനല്ലേ, ഇത്രയും രണ്ടുപേരും പ്രശസ്തരല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ മോഹൻലാലിനെ വിളിക്കാതിരുന്നത്? നിങ്ങൾ തന്നെ എഴുതിയ പല വാർത്തകളും മുൻപ് മോഹൻലാൽ അടൂരിൻ്റെ സിനിമയിൽ അഭിനയിക്കുമെന്നൊക്കെ നിങ്ങൾ തന്നെ എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയാൻ, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ചെറിയ റോളുകളിൽ, അതായത് പുട്ടിന് പീര പോലെ പീരയാകാൻ ചില നടന്മാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാലും തമ്മിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ അപ്പോഴത്തെ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് റേഞ്ച്, അയാൾക്ക് കൊടുക്കേണ്ട കഥാപാത്രം, അത് നോക്കാതെ താനാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് താൻ കൊടുക്കുന്ന പീര എന്തായാലും അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ അതിന് മോഹൻലാലിനെ കിട്ടില്ല. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്ത തകഴിയുടെ ചെറുകഥകളെ ആസ്പദമാക്കി ചെയ്ത സിനിമ കൊച്ചു കൊച്ചു സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ളൊരു സിനിമയിലേക്കാണ് മോഹൻലാലിനെ ഒരിക്കൽ അഭിനയിക്കാൻ വിളിച്ചത്. മോഹൻലാൽ അത് പല കാരണങ്ങളും തന്ത്രപൂർവ്വം മാറി എന്നുള്ളതാണത്. പിന്നെയും ഗോപാലകൃഷ്ണൻ വിളിച്ചെങ്കിലും മോഹൻലാൽ മുഖം കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കാൻ സാധ്യതയില്ല എന്നും സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്ത സിനിമകൾ വളരെ ഫ്ലോപ്പായിരുന്നു. അത് അടൂരിൻ്റെ പേരിൽ വേറെ ഒരു വിപരീതോഷി ചെയ്ത സിനിമയാണ് എന്ന് പറയാനും മടിക്കാത്ത രീതിയിലുള്ള പ്രചരണം വന്നു കഴിഞ്ഞാൽ ആലോചിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കുന്ന KG ജോർജിൻ്റെ പടത്തിൽ വരാത്ത എന്തായിരുന്നു എന്നുള്ളത്. KG ജോർജിൻ്റെ പടത്തിൽ KG ജോർജിനെ വാരി കോരി പെട്ടെന്ന് പടം എടുക്കുന്ന ആളല്ല. KG ജോർജ് വളരെ അതിമനോഹരമായിട്ടുള്ളൊരു സിനിമ, മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമ, അതായത് CV ബാലകൃഷ്ണൻ്റെ ഒരു നോവലറ്റ്, കാമമോഹിതം എന്നാണ് അതിൻ്റെ പേര്. അതുമായിരുന്ന് അത് ഡെവലപ്പ് ചെയ്ത് അത് തിരക്കഥ തുടങ്ങി വെച്ചിട്ടുള്ള ആളെന്ന് നിലയ്ക്കണം.
അങ്ങനെ മോഹൻലാൽ കെ ജി ജോർജിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് ഞങ്ങളടക്കമുള്ളവർ കൊടുത്തിട്ടുള്ളതാണത്. എന്തോ കാരണത്താൽ ആ പ്രോജക്റ്റ് നടന്നില്ല എന്നുള്ളതാണത്. അതുകൊണ്ടാണ് മോഹൻലാലിന് കെ ജി ജോർജിൻ്റെ പടത്തിൽ അഭിനയിക്കാതിരിക്കാൻ കഴിഞ്ഞത്. പിന്നീട് കുറേ പടങ്ങളിൽ ഇപ്പോൾ മോഹൻലാൽ ചെയ്യുന്നത് എന്താ? ഇപ്പോൾ കുറേ സെലക്റ്റീവായിട്ട് കുറേ നല്ല പടങ്ങൾ ചെയ്തു വരുന്നുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ആരെ കിട്ടിയാലും ഒരു ആർട്ടിസ്റ്റിന് ആരെ കിട്ടിയാലും അതിലൂടെ തൻ്റെ കൂടി വ്യക്തിത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ച പോലത്തിന് ഏറ്റവും കുറേ ബെസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് മമ്മൂട്ടിക്കാണ്. ഏറ്റവും നല്ല മിടുക്കന്മാരെ തിരക്കഥാകൃത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് മമ്മൂട്ടിയാണ്. അതുകൊണ്ട് മമ്മൂട്ടി കുറേ നല്ല കഥാപാത്രങ്ങൾ കിട്ടി. അത്രയും കഥാപാത്രങ്ങൾ മോഹൻലാൽ ലഭിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും തുല്യരായി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.